Genetic disorders. Hi students, today we can start with a new topic, that is genetic disorders. In the previous class we have studied about mutation and now we can start with genetic disorders. Before moving to genetic disorders, you should know what is pedigree analysis. ഓക്കെ, നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിൻ്റെ മുൻപ് നമ്മൾക്ക് അറിയേണ്ട ഒരു ടേമാണ് പെഡിഗ്രി അനാലിസിസ്, ഒരു കോൺസെപ്റ്റ് ആണ്. സോ വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ജനറ്റിക് ട്രേറ്റ്സ്. It is the study of inheritance of genetic traits in several generations of a family. ഒരു ഫാമിലിയുടെ സെവറൽ ജനറേഷൻസ്, കുറച്ച് കാലത്തേക്കുള്ള ജനറേഷൻസ് പരിശോധിച്ചിട്ട് അതിൽ ഒരു പ്രത്യേക ഒരു ജനറ്റിക് ട്രേറ്റ് എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഫാമിലി ട്രീ ഡയഗ്രാം. ഒരു ഫാമിലി ട്രീ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും നമ്മൾ പെഡിഗ്രി അനാലിസിസും ഡ്രോ ചെയ്യുക. So it's the study of inheritance of genetic traits in several generations of a family in the form of a family tree diagram. That is meant by pedigree analysis. And what is the purpose for this pedigree analysis? നമ്മൾ എന്തിനാണ് അങ്ങനെ pedigree analysis ന്റെ diagrammatic representation ഒക്കെ നടത്തുന്നത്? It's a very good tool to understand the inheritance of a specific trait. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ട്രേറ്റ് അതിൻ്റെ ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കുന്നതോടുകൂടി we can understand the inheritance of an abnormality or any disease. ഇപ്പം നമുക്ക് ജനറ്റിക്കലി കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു അബ്നോർമാലിറ്റിയോ ഒരു ഡിസീസോ ഏത് താവഴിയിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ജനറേഷനിൽ നിന്നാണ്, നമുക്ക് ആരുടെ അടുത്തിൽ നിന്നാണ് അത് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും എന്ത് ഉപയോഗിക്കാം? ഈ പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എ പർപ്പസ് ഫോർ ദിസ് പെഡിഗ്രി അനാലിസിസ്. ബൈ ദിസ് പെഡിഗ്രി അനാലിസിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെസിഫിക് ട്രേറ്റ് ഓർ എനി അബ്നോർമാലിറ്റി ഓർ എനി ജനറ്റിക് ഡിസോർഡേഴ്സ് ഓർ ഡിസീസസ്. So pedigree is a diagram showing a family tree and patterns of inheritance. So we can understand the patterns of inheritance through this diagram. Look at this diagram. This diagram shows the symbols used in pedigree analysis. Different symbols are used. Here you can see a symbol to denote male, female, etc. And the darkened one, red color one, denotes the affected person with any disease. Clear? I have already discussed in this chapter that every trait or every feature in an organism is controlled by a gene or any other gene present in the DNA which is in the chromosome. അല്ലേ, ക്രോമസോമൽ സ്ട്രക്ചറിലുള്ള DNA-യിലുള്ള ജീൻസ് ആണ് ഓരോ ഓർഗാനിസത്തിലുള്ള ഏതൊരു ഫീച്ചറും, ഏത് ഫീച്ചർ ആയാലും അല്ലെങ്കിൽ ഏത് ട്രേറ്റ് ആയാലും അതിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എന്തുണ്ട് നമ്മൾ പറഞ്ഞു? ജീൻസ് അല്ലെങ്കിൽ DNA എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. DNA is the genetic carriers അല്ലെങ്കിൽ they are the carriers of genetic information എന്ന് പറയാം. And normally this DNA will be transmitted from one generation to another generation without any change. പ്രത്യേകിച്ച് യാതൊരു ഓൾട്രേഷനോ മാറ്റങ്ങളോ ഒന്നും കൂടാതെയാണ് ഈ ഒരു DNA ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാറ്. ആൻഡ് ബട്ട് ഒക്കേഷണലി, വളരെ റെയർ ആയിട്ട് ഒക്കേഷണലി ചില ചേഞ്ചസ് അല്ലെങ്കിൽ ആൾട്രേഷൻസ് വരാറുണ്ട് ഈ ജീനിൽ അല്ലെങ്കിൽ ഈ DNA-യിൽ. അത്തരത്തിലുള്ള ആൾട്രേഷൻസിനാണ് വി ഹാവ് സെഡ് ദാറ്റ് മ്യൂട്ടേഷൻ. അല്ലേ, ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഇസ് ദ ചേഞ്ച് ഓർ എനി ആൾട്രേഷൻ ഇൻ ദ ജനറ്റിക് മേക്കപ്പ്. അല്ലേ, ജീനോമിക് സീക്വൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ ഉണ്ടാവുന്നതിനെയാണല്ലോ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. അപ്പം നോർമലി DNA-യിൽ യാതൊരു ചേഞ്ചും കൂടാതെയാണ് it will transmit from one generation to another generation, but in occasional cases we can see that there occurs some changes or alteration in DNA. So there are many genetic disorders or human disorders. Like human disease നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ there are many disorders or diseases which is influenced by this alteration in gene or in the change in the chromosome. ക്രോമസോമിൻ്റെ സൈസോ ഷേപ്പോ ഒക്കെ മാറ്റം വരുന്നതിനനുസരിച്ചിട്ടും അതേപോലെ ജീൻ അല്ലെങ്കിൽ DNA-യിൽ വല്ല മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടും ഒരുപാട് ഹ്യൂമൻ ഡിസോർഡേഴ്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫർദർ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Okay, now we can discuss about the genetic disorders, different genetic disorders. We can broadly classify these genetic disorders into two. Okay, one is Mendelian disorders and the other is chromosomal disorders. Okay, we can classify this genetic disorders into Mendelian disorders and chromosomal disorders. First, we can look to Mendelian disorders. So, Mendelian disorders are the genetic disorders which is caused due to alteration in a single gene. ഒരു സിംഗിൾ ജീനിൽ എന്തെങ്കിലും ഓൾട്രേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വന്നാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. Why is it named so? എന്തുകൊണ്ടാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്? So we can understand that it will always follow the Mendel's laws of inheritance. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ വാട്ട് ഈസ് Mendel's laws of inheritance. അപ്പോൾ ആ ലോകളൊക്കെ പാലിക്കുന്ന ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. So it will be transmitted from one generation to another generation. It either may be dominant or recessive and it can be studied using pedigree analysis. ഇപ്പോൾ നമ്മൾ പറഞ്ഞ pedigree analysis വഴി നമുക്കത് ട്രേസ് ഔട്ട് ചെയ്യാനും പറ്റും. So it is caused due to the alteration or change in a single gene. ഒരു സിംഗിൾ ജീനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓൾട്രേഷൻ, ഒരു ചേഞ്ച് വന്നാൽ അതുമൂലമുണ്ടാവുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഓൾവേസ് ട്രാൻസ്മിറ്റ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ and it either may be dominant or recessive and it can be studied using both pedigree analysis and there are many examples for this Mendelian disorders. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോവുകയാണ്. അതിൽ വന്നിരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോനൂറിയ etc. At first we can study about hemophilia. What is hemophilia? It is a sex-linked recessive disorder in which a protein that is involved in the clotting of blood is affected. ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീനെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ വിത്ത് എ സിമ്പിൾ കട്ട്, ഒരു ചെറിയ മുറിവുള്ള ഒരാൾക്ക് തന്നെ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ബ്ലീഡിങ് നിൽക്കാണ്ട് വരും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഹീമോഫിലിയ എന്ന് പറയുന്ന ഡിസോർഡർ. സോ ഡ്യൂ ടു ദിസ് ഇൻ എൻ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എ സിമ്പിൾ കട്ട് വിൽ റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ഓക്കെ, and it is always expressed in male and it is inherited from a mother who is the carrier of a abnormal gene. ഒരു abnormal gene carrier ആയിട്ടുള്ള ഒരു മദറിൽ നിന്നാണ് അത് ഇൻഹെറിറ്റ് ചെയ്യുക. അതെപ്പോഴും എക്സ്പ്രസ്ഡ് ആവുന്നത് മെയിൽസിലാണ്. ദാറ്റ്സ് about hemophilia. Now we can move to phenylketonuria. Okay, it is an inborn error of metabolism in which an affected individual lacks an enzyme that converts the amino acid phenylalanine into tyrosine. Phenylalanine എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ടൈറോസിനാക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഇവിടെ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ആസ് എ റിസൾട്ട് ദിസ് phenylalanine is accumulated and converted into phenyl pyruvic acid and other derivatives. അതുകൊണ്ട് അത് ഫിനൈൽ പൈറുവിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റ്സുമായിട്ടൊക്കെയാണ് കൺവേർട്ടഡ് ആവുന്നത്. സോ അക്യുമുലേഷൻ ഓഫ് ദിസ് ഫിനൈൽ പൈറുവേറ്റ്സ് അല്ലേ, ഈ ഫിനൈൽ പൈറുവിക് ആസിഡിൻ്റെ ഒക്കെ അക്യുമുലേഷൻ ഇൻ ബ്രെയിൻ റിസൾട്ട്സ് ഇൻ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ഫിനൈൽ കീറ്റോനൂറിയ. നെക്സ്റ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഇവിടെ എന്താണ്? ഹിയർ മ്യൂട്ടേഷൻ അണ്ടർഗോസ് ടു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ബീറ്റ ഗ്ലോബിൻ ചെയിനിലുള്ള 6th പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് ഇസ് ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ വാലിൻ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മ്യൂട്ടേഷൻ, ഈ ഒരു മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് എന്താണ്? The hemoglobin molecule undergoes polymerization under low oxygen tension and there occurs a change in the shape. ഹീമോ ആർ ബി സിയുടെ ഷേപ്പ് നോർമലി അതിൻ്റെ ഒരു ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. ആ ഷേപ്പ് മാറിയിട്ട് അതിന് ഇലോങ്ങേറ്റഡ് സിക്കിൾ സെൽ സ്ട്രക്ചർ ഫോം ചെയ്യും. ഒരു അരിവാളിൻ്റെ രൂപത്തിൽ ആർ ബി സിയുടെ ഷേപ്പ് വരും. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓഫ് ദി ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ വരുന്ന മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. This is also a genetic disorder. Chromosomal disorders. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, ക്രോമസോംസിൻ്റെ 1 or more ക്രോമസോംസിൻ്റെ
എക്സസ് അല്ലെ കൂടുതലായിട്ട് വരികയോ അല്ലെങ്കിൽ എന്താണ് കുറവായിട്ട് വരികയോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് അറേഞ്ച് ചെയ്യുകയോ ചെയ്താലും ഉണ്ടാവുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം. സോ ക്രോമസോമൽ ഡിസോർഡേഴ്സ് അറൈസസ് ഡ്യൂ ടു ദ ലാക്ക് കുറവാവാം അല്ലെങ്കിൽ എക്സസ് ആവാം ഓർ അബ്നോർമൽ അറേഞ്ച്മെന്റ് ഓഫ് വൺ ഓർ മോർ ക്രോമസോം, അല്ലെങ്കിൽ ഒരു ക്രോമസോമിനെ ആവാം ഇതേപോലെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രോമസോംസിന് കുറവോ കൂടുതലോ അബ്നോർമാലിറ്റിയോ ഒക്കെ അതിന്റെ അറേഞ്ച്മെന്റിന് വരുമ്പോൾ അതുമൂലമുണ്ടാവുന്ന ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ വാട്ട് ഈസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്? Chromosomal disorders arise due to the lack, excess or abnormal arrangement of one or more chromosomes. Aneuploidy and polyploidy comes under the chromosomal disorders. So what is aneuploidy? When the members of a homologous pair of chromosomes fail to segregate during meiosis, aneuploidy occurs. And it means that there is a loss or gain of one or more chromosome. സാധാരണ അവസ്ഥയിൽ നിന്നും ഒന്നോ അതിലധികമോ ക്രോമസോമിന് ഒന്നല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഗെയിൻ ആണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ അനീപ്ലോയിഡി എന്ന് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് പോളിപ്ലോയിഡ് മെനി ഓർഗാനിസംസ് ഹാവ് മോർ ദാൻ 2 sets of homologous chromosomes. It occurs when there is a failure in separation of the duplicated chromosomes into daughter nuclei. ഓക്കെ, അതുകൊണ്ടാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. അവിടെ എന്താണ് മോർ ദാൻ 2 sets of homologous chromosomes ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് അബൌട്ട് പോളിപ്ലോയിഡി. Now we can discuss about Down syndrome. Down syndrome is caused by the presence of an additional copy of the chromosome number 21. Chromosome number 21-ൻ്റെ ഒരു അഡീഷണൽ കോപ്പി, അതിനെയാണ് നമ്മൾ ട്രൈസോമി ഓഫ് 21 എന്ന് പറയും ഡൗൺ സിൻഡ്രോമിന്. അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം നമ്പർ 21. അത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ബിക്കോസ് ഓഫ് ദെയർ അപ്പിയറൻസ്, അവർക്ക് വേറൊരു സിംറ്റംസ് കാണിക്കും. And the Down syndrome affected individual is always short statured with small round head. They have furrowed tongue and partially open mouth, and physical, psychomotor and mental development is always retarded, and they have congenital heart disease. Palm is broad. അങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന ഗേളിനെ പോലെ ഏകദേശം സിംറ്റംസ് കാണിക്കുന്നതായിരിക്കും ഡൗൺ സിൻഡ്രോം അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. Next is Klinefelter syndrome. What is it? It is caused due to the presence of an additional copy of X chromosome. സാധാരണ അവസ്ഥയിൽ നിന്നും ഒരു X chromosome കൂടുതലായിരിക്കും. So, karyotype will be XXY. It will resulting into a karyotype of 47XXY. Okay? അപ്പോൾ X chromosome കൂടുതലായതുകൊണ്ട് തന്നെ as the individual has overall masculine development, feminine development is also expressed. Okay, ഒരു ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ കാണിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഗൈനക്കോമാസ്റ്റിയ പോലെ, ദാറ്റ് മീൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് അല്ലേ, മെയിലിലും അങ്ങനെ ഒരു ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന. ആൻഡ് നോർമലി ദേ വിൽ ബി സ്റ്റെറൈൽ. അതൊക്കെയാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ടേർണർ സിൻഡ്രോം, ആൻഡ് ഇറ്റ് ഈസ് caused due to the absence of X chromosome, that is 45 plus XO. സാധാരണ അവസ്ഥയിൽ നിന്നും ഒരു X ക്രോമസോമ് കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ജനറലി സീൻ ഇൻ ഫീമെയിൽസ്. അതുകൊണ്ട് തന്നെ അത് ബാധിച്ചിട്ടുള്ള ഫീമെയിൽസ് സ്റ്റെറൈൽ ആവാൻ സാധ്യതയുണ്ട്. റുഡിമെൻ്ററി ഓവറീസ് ആയിരിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒന്നും ഡെവലപ്ഡ് ആവില്ല ഇൻ ദാറ്റ് ലേഡീസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ടേർണർ സിൻഡ്രോം. That's all for today, and we have completed this chapter, Principles of Inheritance and Variation. Thank you all.